ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. കുറച്ച് വിശേഷങ്ങളെന്ന് പറയുമ്പോൾ ഒരു PSC ആസ്പിരൻ്റ് ആയിട്ടുള്ള എൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും അതുപോലെ തന്നെ 10th പ്രിലിംസിനും നമ്മുടെ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റൻറ്റ് പോലുള്ളതിൻ്റെ 10th പ്രിലിംസ് ഞാൻ എഴുതുന്നുണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ എന്തൊക്കെയാണോ പഠിക്കുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതിന് മുമ്പായിട്ട് ഇന്നലെയും ഞാൻ ബയോളജിയുടെ 2024 ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 2 ഇട്ടിട്ടുണ്ട്. പാർട്ട് 1 എന്ന് പറയുന്നത് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും എക്കണോമിക്സിൻ്റെയും എല്ലാം ക്വസ്റ്റ്യൻസ് നമ്മൾ 2024 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കേട്ടോ. PSCയുടെ തന്നെ ഓരോ എക്സാംസിൻ്റെ 2024 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ എന്തായാലും പോയി കാണുക. ഓക്കെ, ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ശരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ടും വേണ്ടൊരു ടൈമാണ്. ഓക്കെ, അപ്പോൾ ഇത് സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിനിയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും ഒരു ഇത് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, എനിക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യണം, വീഡിയോസ് ആക്കിയിട്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ PSC എക്സാംസിൽ കണ്ടുവരുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ PSCയുടെ ഇപ്പോഴത്തെ നടത്തുന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിൽ എത്രയൊക്കെ SCERT നിന്ന് വരുന്നുണ്ട്, വേറെ ബുക്സുകളിൽ നിന്ന് എന്തൊക്കെ വരുന്നുണ്ട്, നമ്മുടെ NCERT നിന്ന് എന്തൊക്കെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ എത്ര റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാനും നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോകേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. 10-15 മിനിറ്റൊക്കെ ലെങ്ത്ത് വരുന്ന വീഡിയോസാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ അധികം വ്യൂസ് വരുന്നില്ല. ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോസ് കാണാൻ ആൾക്കാർക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 10-15 മിനിറ്റൊക്കെ ലെങ്ത്ത് വരുന്ന രീതിയിലാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാത്തവർ എന്തായാലും പോയി കാണുക. ഇന്നലെ നമ്മൾ ബയോളജിയുടെ കുറച്ച് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എക്സാമുകളിൽ നിന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണുക. അതിന് മുമ്പ് നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട്. എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ പോലുള്ള ക്വസ്റ്റ്യൻസ് കുറേ ഇട്ടിട്ടുണ്ട്. അതൊക്കെ 2-3 പാർട്ടായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കാണാത്തവരും പോയി കാണുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കാനായിട്ട് പോകുന്നത് 10th പ്രിലിംസിനും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും പോലുള്ള എക്സാംസിനാണ് ഞാനിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. പക്ഷേ സത്യമായിട്ടും തുടങ്ങുമ്പോൾ വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം LDCക്ക് ശേഷം വല്ലാത്തൊരു അവസ്ഥയിലാണ്. കാരണം നല്ല രീതിയിൽ മോശമായിട്ട് തന്നെയാണ് എഴുതിയിട്ട് വന്നത്. പക്ഷെ നന്നായി പ്രിപ്പയർ ചെയ്തെങ്കിലും ഒന്നും എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നേരെ. സോ അതുകൊണ്ട് വല്ലാത്തൊരു ഡിപ്രസ്ഡ് ആയിട്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷെ എന്നാലും പറ്റില്ലല്ലോ, നമ്മൾ പറയുന്ന പോലെ റീസ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇത് നേടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 10th പ്രിലിംസിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും വേണ്ടിയിട്ടുള്ള പഠിക്കാനായിട്ടാണ് ഞാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് ചെറിയൊരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പഠിക്കുന്നത്, ഞാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെ നോട്ട്സാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഞാൻ വേറെ എക്സ്ട്രാ ഞാൻ നോക്കുന്നത്, എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഒരു 8 മണിക്കൊക്കെയാണ് ഞാൻ പഠിക്കാനായിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഒരു 6 മണിക്ക് എഴുന്നേറ്റു. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിരുന്ന സമയത്ത് വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പഠിക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് എക്കണോമിക്സ് ആണ് കേട്ടോ. ബേസിക്സ് തന്നെ തുടങ്ങുകയാണ്. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, ഒരു 8 മണിക്ക് പഠിക്കാനിരുന്ന ഒരു 10 മണി വരെയൊക്കെ ഞാൻ എക്കണോമിക്സ് തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു 10 മണിയായപ്പോൾ ഞാൻ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ 10th പ്രിലിംസിൻ്റെയും അതുപോലെ തന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഈ 10th ലെവലിലുള്ള എക്സാംസിൻ്റെയൊക്കെ ആയിട്ടുള്ളൊരു ബുക്കാണിത്. ഇതുപോലത്തെ ഒരു 3 ബുക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതും കുറച്ചൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണല്ലോ. അപ്പോൾ ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല വിത്ത് റിലേറ്റഡ് ഫാക്ട്സും കൂടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു 10 മണി മുതൽ ഒരു 11 മണി വരെ ഇത് നോക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്. അതുപോലെ LDCയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന LD ബെവക്കോ, അതുപോലെ വേറെ LDC ലെവലിലുള്ള 10th ലെവലിലുള്ള കുറേ എക്സാംസിൻ്റെ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങുക കേട്ടോ, നല്ലതാണ്. ആ 10th ബുക്കൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നേരം ബ്രേക്ക് എടുത്തു കേട്ടോ. കുറച്ച് നേരം ബ്രേക്ക് എടുത്തിട്ട് പിന്നെ എടുത്തതെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അതായത് നമ്മൾ തുടക്കത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭ അതൊക്കെ തുടങ്ങി, അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരു ഓൺലൈനിൽ. അപ്പോൾ അതുകൊണ്ട് അവരുടെ തന്നെ കുറച്ച് നോട്ട്സും കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് നേരം വായിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം അതൊരു 4-5 പേജോളം ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇരുന്ന് എഴുതിയതാണ്. സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വായിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. സോ ഞാനിപ്പോൾ നോക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് കേട്ടോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ അതിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ,
ഇത് തീരുന്നത് വരെ ഒരു മാക്സിമം ഒരു 1 അവർ വരെ നമുക്കിത് ഇരുന്നൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ. എനിക്ക് ഈ PSCക്ക് പഠിക്കുന്ന ടൈം മുതൽ പഠിക്കാൻ ഇഷ്ടമുള്ള ടോപ്പിക്കുകളിലൊന്നാണ് കേട്ടോ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ചിലർക്കെന്നല്ല മിക്കവർക്കും അത് ഭയങ്കര ബോറിംഗ് ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാറുണ്ടാവും. പക്ഷേ എനിക്കെന്ന് പറയുമ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ കാര്യം എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. അതുപോലെ തന്നെ എനിക്ക് മറ്റ് സബ്ജക്റ്റിനെ കാട്ടിയൊക്കെ എനിക്ക് കുറച്ചുകൂടെ വേഗത്തിൽ മനസ്സിലാവുന്ന ഒരു സബ്ജക്റ്റും കൂടെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം ഇഷ്ടത്തോടെ ഇരുന്ന് പഠിക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. പക്ഷേ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത് എനിക്ക് ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഫ്ലുവൻസി സംസാരിക്കാനും എഴുതാനും വായിക്കാനും അതെല്ലാം നമുക്ക് ഓക്കെ ആണെങ്കിലും പക്ഷേ ഈ ഗ്രാമർ എന്നുള്ളൊരു സെക്ഷനിലോട്ട് വരുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് കുറച്ച് എന്നെ കുഴപ്പിക്കാറുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് എനിക്ക് മറ്റുള്ള സബ്ജക്ട്സ് സ്കോർ ചെയ്യുന്നത് പോലെ എനിക്ക് ഇംഗ്ലീഷ് സ്കോർ ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല. ഓക്കെ. അപ്പോൾ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ? ഒരു ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റ് കുറച്ചുകൂടെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? നമ്മൾ ചിലപ്പോൾ ഇഷ്ടത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അത് മാറുമായിരിക്കും. പക്ഷേ എനിക്ക് ഈ ഞാൻ എഴുതിയിട്ടുള്ള എക്സാംസിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് ഓൾമോസ്റ്റ് എപ്പോഴും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എനിക്ക് എപ്പോഴും പറ്റാറുണ്ട്. കാരണം വായിച്ച് നോക്കി കഴിയുമ്പോഴും വലുതായിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ. അപ്പോൾ ഈ ഇംഗ്ലീഷ് ഞാൻ അടുത്തത് എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ജസ്റ്റ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 1 മണിക്കൂറൊക്കെ മാക്സിമം ഞാൻ കൊടുക്കാറുള്ളൂ. കാരണം ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരും. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതിനൊന്നും അധികം ടൈം ഞാൻ കൊടുത്ത് പഠിക്കാറില്ല. പിന്നെ ഒരു ഫ്രഷായിട്ട് നമ്മളൊരു ഫ്രഷ് മൈൻഡിൽ നമ്മളിരിക്കുന്നൊരു ടൈം ഉണ്ടാവുമല്ലോ. അതായത് ഒന്നില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരത്ത് ആ ഒരു ടൈമിൽ മാത്രമാണ് ഇംഗ്ലീഷ് എടുക്കാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അത് എടുക്കാൻ തോന്നിയപ്പോൾ എടുത്തുവെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഉച്ചയായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം എന്താണ്. കാരണം LDC ഒക്കെ കഴിഞ്ഞതിന് ശേഷം അധികം ഇംഗ്ലീഷിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് അങ്ങനെ പോയിട്ടില്ല. ഇംഗ്ലീഷ് മാത്രമല്ല മലയാളം അതുപോലെ തന്നെ മാത്സ് ആ ഏരിയയിലോട്ടൊന്നും അധികം പോയിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ എഴുതാൻ പോകുന്ന 10th പ്രിലിംസ് വലിയൊരു കോൺഫിഡൻസ് ഒന്നും ഇല്ല. കാരണം നമ്മുടെ സെക്രട്ടേറിയറ്റ് OA പോലുള്ളൊരു എക്സാംസൊക്കെ ആവുന്ന സമയത്ത് നല്ല രീതിക്ക് കട്ട് ഓഫ് വരും. കാരണം 70-ന് മേലെ എന്തായാലും വരുന്നുള്ള കാര്യം എല്ലാ യൂട്യൂബിലും നോക്കുമ്പോൾ യൂട്യൂബിലുള്ള സാർമാരൊക്കെ പറയുന്നത് ഇങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ 70+ എന്തായാലും മേടിച്ചാലേ അത് നമുക്ക് ആ പ്രിലിംസ് പാസ്സാവാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും ജസ്റ്റ് നമ്മളുടെ ഭാഗം നമ്മൾ ക്ലിയറായിട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇതിരുന്ന് നോക്കുന്നത്. ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക്. കാരണം പലതും മനസ്സിലാവാറില്ല. എനിക്ക് പല ക്ലാസ്സുകൾ കണ്ടാലും മനസ്സിലാവാറില്ല. പിന്നെ വായിച്ച് അങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എങ്ങനെ പോയാലും ഒരു 5 മാർക്ക്, ഒരു മാക്സിമം പോയാൽ ഒരു 6 മാർക്ക്, അതിനപ്പുറം എനിക്ക് ഇന്നേ വരെ എനിക്ക് ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ മാത്സ് ആണെങ്കിലും മെൻ്റൽ എബിലിറ്റിയുടെ ആ ഒരു സെക്ഷൻ വരുന്ന സമയത്ത് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ ബാക്കിയുള്ള ചെയ്യേണ്ട കാര്യം വരുമ്പോഴും മാത്സ് എന്നാലും വലിയ കുഴപ്പമില്ല, ഒരു 7 മാർക്ക് വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷാണ് കേട്ടോ. ഉച്ചനേരമൊക്കെ കുറച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഉച്ചനേരത്ത് ബുക്സൊന്നും എടുത്തില്ല. ഞാൻ കുറച്ച് സീരീസും കാര്യങ്ങളും കാണുന്നത് കൊണ്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ഇപ്പോൾ ഒരു ഈവനിങ് ടൈം ആയിട്ട് ഒരു 5 മണിയായി. അപ്പോൾ ഞാൻ കുറച്ച് നേരം എടുത്തിട്ട് ഏതായിരുന്നു ടോപ്പിക്ക്? സയൻസ് ആയിരുന്നു കേട്ടോ. സയൻസ് നമ്മുടെ ബയോളജി ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഇപ്പോൾ വേറൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സയൻസ് കുറച്ചെടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബയോളജിയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സയൻസാണ് ഇപ്പോൾ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ റൂമിൽ നിന്ന് വെളിയിലോട്ട് വന്നു. ഇപ്പോൾ ഹാളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചുമ്മാ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇത് തീർന്ന് കുറച്ച് നേരം കൂടെ നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് അടുത്തത് നോക്കാൻ പറ്റുള്ളൂ. കാരണം രാത്രി ഇരുന്ന് പഠിക്കണമല്ലോ. നൈറ്റ് പിന്നെ ഞാൻ കുറച്ച് എഴുതാനുണ്ടായിരുന്നു കേട്ടോ. ഒരു 7 മണി മുതൽ ഒരു 9 മണി വരെ ഞാൻ കുറച്ച് നേരം എഴുതാനും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. നോട്ട്സും കാര്യങ്ങളും എഴുതാനും പിറ്റേ ദിവസം പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ അന്നത്തെ ക്ലാസ്സിൻ്റെ കുറച്ചൊക്കെ എല്ലാം റെക്കോർഡഡ് ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പം തന്നെ ഇരുന്ന് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും ഇരുന്ന് കാണാറ്. കാരണം എൻ്റെ ടൈമിനാണ് ഞാൻ എപ്പോഴും ക്ലാസ് കാണാറുള്ളത്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന കുറച്ച് നോട്ട്സ് അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സ് അതുപോലെ തന്നെ സയൻസിൻ്റെ അതുപോലെ ഇംഗ്ലീഷ് മലയാളം അങ്ങനെ എല്ലാം കുറച്ച് നോട്ട്സായിട്ട് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കറണ്ട് അഫയേഴ്സ് കുറച്ച് എഴുതാനുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ അല്ല കേട്ടോ പഠിക്കുന്നത്. ഓരോ ദിവസവും ടൈം ടേബിൾ മാറും. ഓരോ ദിവസം എൻ്റെ ഒരു മൂഡ് അനുസരിച്ചാണ് ഞാൻ ഓരോ ടോപ്പിക്സ് എടുക്കുന്നത്. എനിക്ക് ആ ടൈമിൽ എന്താണോ എനിക്ക് പഠിക്കാൻ തോന്നുന്നത് ഞാൻ അതാണ് എടുക്കുന്നത്. പക്ഷേ എന്നാലും
2 ദിവസങ്ങളിൽ മാക്സിമം എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് എല്ലാത്തിനും ഒരു 1 അവർ കൊടുത്തു വെച്ച് അല്ലെങ്കിൽ ഒരു 2 അവേഴ്സ് കൊടുക്കേണ്ടതിന് 2 അവേഴ്സ് വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ പഠിച്ചു പോകാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു പഠിത്തം എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ ചാനലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക. PSC എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ കാണുക, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. വീഡിയോസ് വന്ന് കമൻസും ലൈക്സും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ആവുകയുള്ളൂ. ഓക്കെ, ഞാനൊരു ബിഗിനർ ആണ്, അതുകൊണ്ട് തന്നെ മിസ്റ്റേക്സ് ഉണ്ടാവും. പറഞ്ഞു തരിക, എന്തെങ്കിലും തിരുത്തണമെങ്കിൽ പറയുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.